ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ഹരിഹര വീരമല്ലു പാർട്ട് 1 സോഡ് വേഴ്സസ് സ്പിരിറ്റ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പവൻ കല്യാൺ, നിധി അഗർവാൾ, കബീർ തുഹാൻ സിംഗ്, മംഗളം ശ്രീനിവാസൻ, നാസർ, അയ്യപ്പ ശർമ്മ, സുബ്ബരാജ്, സത്യരാജ്, ബോബി ഡിയോള്, കബീർ ബേഡി, വിക്രംജീത്ത് വിർക്ക്, രഘുബാബു, സച്ചിൻ കെതിനേക്കർ, കൊട്ട ശ്രീനിവാസ റാവു എന്നിവരാണ്. പിന്നെ അനസൂയ ഭരദ്വാജ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങനെ ഇവർ തന്നെയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് എം കീരവാണിയാണ്. മീൻസ് KRRR, ബാഹുബലി 1 and 2, പിന്നെ ചന്ദ്രമുഖി 2, അത് വേറെ പടമാണ്. അത് ഒരു ആവറേജ് ഫിലിമാണ്, അത് വിടാം, അകത്തേക്ക് വിടുന്നത്. പിന്നെ നാസാമിരംഗ അതൊരു കൂടെ പടമാണ്. പിന്നെ നമ്മുടെ ഇങ്ങേരുടെ പ്രഭാസിൻ്റെ ഛത്രപതി ഇതിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്ത് ഇന്ത്യയാണ്. പിന്നെ പടത്തിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ കെ എന്ന് പറഞ്ഞ ഒരാളാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മനോജ് പ്രഹംസയാണ്. മീൻസ് ലിയോ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ്. ഇങ്ങനെ തന്നെയായിരുന്നു കൊണ്ടുകാലത്തിൻ്റെയും സിനിമാറ്റോഗ്രാഫർ. പടത്തിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രായനാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന AM രത്നം എന്ന് പറഞ്ഞ ആളാണ്. ഇതിന് മുമ്പ് ഏതൊക്കെ പടം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ആയിട്ടുണ്ടോ. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ, ഈ വർഷം ഇറങ്ങിയ ഇങ്ങനെ വെച്ച് ഏറ്റവും വൃത്തികെട്ടവിടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് തഗ് ലൈഫായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ കണ്ടതോടെ അതൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതല്ല ഇതിനോട്ട് ഈ പടമായിരിക്കും. കാരണം പടത്തിൻ്റെ പോസിറ്റീവ്സ് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയണത് താനാജി എന്ന് പറയുന്ന സിനിമയുണ്ട്. അജയ് ദേവ്ഗനും കാജോളും സൈഫ് അലി ഖാനും കൂടെയുള്ള ആ സിനിമയുടെ ഒരു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഈ സിനിമ കൊടുത്തിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ഇങ്ങനത്തെ നല്ലൊരു സ്റ്റോറി എടുത്തിട്ട് ഭസ്മമാക്കി വെച്ചിരിക്കുകയാണ്. മീൻസ് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, നശിപ്പിച്ച വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാഹുബലി സ്പൂഫ് യൂണിവേഴ്സിലെ ബാഹുബലി സ്പൂഫ് യൂണിവേഴ്സിൽ 4ാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ കയറിയിരിക്കും ആദിപുരുഷ്, പിന്നെ ശകുന്തളം, കങ്കുവ, ഇതിപ്പോൾ ഈ സിനിമ. എന്തിനോട്ട് സ്റ്റോറി ഞാൻ പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞു തീർന്നില്ല. സോറി. ഫസ്റ്റ് സെക്കൻഡ് മ്യൂസിക് പാട്ട് കുറച്ച് ഷോ ആയിരുന്നു. ബട്ട് മീൻസ് എൻഡിങ്ങിലൊക്കെ അറിയപ്പോഴത്തേക്ക് നല്ല പാട്ടുകളൊക്കെ വന്ന്. ബട്ട് സ്റ്റാർട്ടിങ്ങിലെ ചില സോങ്സ് ഇറിറ്റേറ്റിംഗ്. മീൻസ് റൊമാൻറ്റിക് സോങ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. റൊമാൻറ്റിക് സോങ്സ് എടുത്ത് കളയായിരുന്നു, ഒരാവശ്യമില്ല. ബാക്കിയുള്ള സോങ്സ് മീൻസ് റൊമാൻറ്റിക് അല്ലാത്ത സോങ്സൊക്കെ ഇസ് ഓക്കെ. പിന്നെ BGM വാസ് സൂപ്പർബായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോബി ഡിയോളുടെ വില്ലൻ ക്യാരക്ടർ ഇസ് സൂപ്പർ. വേറൊരു പോസിറ്റീവ്സും ഇല്ല. പിന്നെ പവൻ കല്യാണിൻ്റെ പടം എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തിന് കാണാൻ നിൽക്കില്ലേ, നല്ല തെറിയേക്കും, നല്ല പണി കിട്ടും. കാരണം ഞാൻ പവൻ കല്യാണിൻ്റെ പടങ്ങളെന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്നത് ഭീമനായക്, പിന്നെ അന്യവാരം, പിന്നെ എൻ്റെ പേര് അജ്ഞാതവാസി, അട്ടരൻ്റെ കിതാരതി, പിന്നെ OMGയുടെ റീമേക്ക് ആയിട്ടുള്ള ഗോപാല,
പിന്നെ പിങ്കിൻ്റെ റീമേക്കായിട്ടുള്ള വക്കീൽ സാബ് അങ്ങനത്തെ സിനിമകളാണ്. അതിൽ ഭീമല നായകൻ വരും റീമേക്കാണ്, അതിൻ്റെ കൂടെ ഷോ പടങ്ങളാണ്, അത് അറിയാം. പിന്നെ കട്ടമറയാട് വീരത്തിൻ്റെ റീമേക്ക്, അത് പക്ഷെ നല്ല സിനിമയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിരിക്കുന്നത്, ഇങ്ങേരുടെ മുമ്പ് കണ്ടിരിക്കുന്ന പടങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങേരുടെ ഊളപ്പടങ്ങൾ ഞാൻ പറഞ്ഞില്ല കണ്ടതിൽ വെച്ച്. മീൻസ് അന്യവാരം തിരുപ്പാച്ചിയുടെ റീമേക്കാണ്, പിന്നെ ഭീമല നായക അയ്യപ്പൻ കോശിയുടെ റീമേക്കാണ്. അപ്പോൾ ഈ രണ്ട് ഊളപ്പടങ്ങളും ഈ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ബെറ്റർ ദാൻ ഭീമല നായക ആൻഡ് അന്യവാരം എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ പവൻ കല്യാണോട് എനിക്ക് പറയണം, നിങ്ങൾ ഈ സിനിമയുടെ സ്റ്റോറി കേട്ടപ്പോൾ എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറിന് കൊടുക്കാമല്ലോ എന്ന് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജ്യോതി കൃഷ്ണയ്ക്കോട് പറയാമായിരുന്നു. മീൻസ് അങ്ങനെയാണ് ഈ സിനിമ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇത് മീൻസ് മാധവ് അങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടിയാണ് ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറയായിരുന്നു ഇത് ഒരു കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള, മീൻസ് ഇപ്പോൾ സൈറ നരസിംഹരുടെ ഡയറക്ടറോ ഇല്ലെങ്കിൽ രാജമൗലിയോ ഇല്ലെങ്കിൽ മറ്റേ മോഹൻജദാരുടെ ഡയറക്ടറോ ഇല്ലെങ്കിൽ ജ്യോത അക്ബർ ഡയറക്ടറോ ഇല്ലെങ്കിൽ പത്മാവതിൻ്റെ ഡയറക്ടറോ പിന്നെ വേറൊരു പടമുണ്ടല്ലോ, എൻ്റെ പേര് മറന്നുപോയിട്ട്. പിന്നെ പ്രശാന്തിനെ വിളിച്ചിട്ടോ ഒക്കെ അവരിൽ ആരെങ്കിലും ഒരാളെ കോൾ ചെയ്തിട്ട് ഈ മീൻസ് ജ്യോതികൃഷ്ണ ആൻഡ് സൈമാധവ് ഇവരാരെങ്കിലും ഒരാളെ കോൾ ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ പവൻ കല്യാണം വെച്ച് നല്ലടി ചെയ്ത് വെച്ചാൽ ഞാൻ 100% പറയുക. മീൻസ് കാരണം ഇങ്ങനെ ഈ ക്യാരക്ടറിന് ആപ്റ്റാണ്, മീൻസ് നായകൻ ക്യാരക്ടറിന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഡയറക്റ്റിംഗ് റൈറ്റിംഗ് പ്രശ്നമാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മീൻസ് സ്ക്രീൻ പ്ലേ ഒരു സൈഡ് പോണ്, സ്റ്റോറി നല്ലതാണ് പക്ഷെ സ്ക്രീൻ പ്ലേ വേറെ റൂട്ടാണ്. അതുകൊണ്ട് സ്റ്റോറിയിലോട്ട് നമുക്ക് ഇതെന്താണ് എന്നുള്ള ചിലത് കൂടെ ആകാൻ ക്ലിയർ ആവില്ല. ഇതൊരു പ്രശ്നം സിനിമയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ഫ്രണ്ട്സായിട്ട് 7:30 രാത്രി 7:30 സിനിമ ഫോണിൽ പോയാളുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് കുറവായിരുന്നു, ഒന്നും മനസ്സിലായില്ല മാർക്കുന്നു സ്റ്റോറി. എനിക്ക് സ്റ്റോറി സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ എന്താ മനസ്സിലായത്, താനാജിയായിട്ട് സാമ്യമുള്ള താനാജി പോലത്തെ സ്റ്റോറിയാണ്. പിന്നെ ഇത് ബാബു സ്പൂഫാണെന്നത് മനസ്സിലായിരുന്നു. ബട്ട് അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആയിപ്പടി. പിന്നെ ഇതിൽ എനിക്ക് ഹൈലി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൊമാൻറ്റിക് സീൻസാണ്. അതൊക്കെ എടുത്ത് കളയാണ്. ജിയാസ് റൈറ്റിംഗ് പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് കല്യാണം പറ്റണ ജോഡിയല്ല, അങ്ങനത്തെ ഷോക്കാക്കി വെച്ചിരിക്കുകയാണ്. ആണെങ്കിൽ ഈ മീൻസ് നിധി അഗർവാളിൻ്റെ ക്യാരക്ടർ എടുത്ത് ശ്രുതിഹാസനോ ഇല്ലെങ്കിൽ നമ്മുടെ ആളുടെ പേര് ഞാൻ മറന്നായിരുന്നു, മറന്നുപോയിട്ട് സോറി. ശ്രുതിഹാസനെ ചെയ്യിപ്പിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നിധി അഗർവാളിൻ്റെ പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം മുന്ന മൈക്കിളാണെങ്കിൽക്കട്ടെ, ഈശ്വരനായിരിക്കട്ടെ, ഭൂമി ഇറ്റ്സ് ആവറേജ് ഫിലിം ഫോർ മീ. തെലങ്കാനത്തെ അല്ലുവില്ലൻ കട്ട ഷോ വരുന്നത് അറിയാം. പിന്നെ ഇതാണ് ഇവരുടെ വേറൊരു പടം കണ്ടിട്ടുണ്ട്, ഇത് ഐസ്മാർ ശങ്കർ ആയിരിക്കട്ടെ. ഇതൊക്കെ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടർ ഇറ്റ്സ് സൂപ്പർ. ബട്ട് ഇൻ ദിസ് മൂവി ഒരുപാട് നാൾ ശേഷം വന്നിട്ട് ആ ആക്ടിങ് മറന്നു പോയതാണോ എന്ന് ചോദിക്കാൻ തോന്നി. അമ്മാതിരി ആക്ടിങ് കാരണം ഒരു എന്തിനാ തുടങ്ങിയത് സാമ്പാർ ഈ ആക്ടിങ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇതിലെ ബോബിഡിയുള്ള ക്യാരക്ടർ
ആദ്യം അർജുൻ ടെമ്പിൾ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അങ്ങനെ എൻ്റെ മറ്റേ ക്രാക്ക് എന്നുള്ള സിനിമ ഇറങ്ങിയിരുന്നത് കഴിഞ്ഞ വർഷം. നമ്മുടെ വിദ്യുത് ജംവാലിനായിട്ട് എന്ന സിനിമയാണ് എന്നത് സ്ക്വിഡ് ഗെയിമിന് ഇൻസ്പയർഡ് ആയിരുന്ന സിനിമ, ഇൻസ്പിറേഷനും കൂടിയായിരുന്നു സിനിമ. അപ്പോൾ അത് പട്ടീൻ്റെ വിഷമത്തിൽ അങ്ങേര് ഈ സിനിമയിൽ നിന്ന് റിജക്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് അങ്ങേര് പറഞ്ഞത്. പിന്നെ അങ്ങേർക്കൊരു പേടിയുണ്ടായി, ഈ സിനിമ ബോക്സ് ഓഫീസർ ഫെയിലർ ആകുമോ എന്നൊരു പേടിയുള്ളതും കൂടി ആണ് ഞാൻ റിജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അങ്ങേരോട് എനിക്ക് പറയേണ്ടത്, അങ്ങേര് ഇതിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് ഭാഗ്യമെന്നാണ് തന്നെയാണ് എനിക്ക് 100% പറയാനുള്ളത്. കാരണം ബോബി ഡിയോൾ ഈസ് ഗുഡ് ഇൻ ദിസ് ക്യാരക്ടർ, അങ്ങേര് മിനിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പവൻ കല്യാണം ആപ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ്, നായകൻ ക്യാരക്ടർ. പക്ഷേ അത് കുറച്ചും കൂടി മര്യാദയ്ക്ക് റേറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ആപ്റ്റാക്കുമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് സ്ക്രീൻ പ്ലേ ശരിയാക്കിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തു പോയി അങ്ങേര്. പിന്നെ ആരെങ്കിലും സൈറ റെഡ്ഡി ഈ സിനിമയായിട്ട് ഒരുത്തിനും കമ്പയർ ചെയ്യാൻ നിൽക്കില്ലേ. പിന്നെ ചിരഞ്ജീവി പവൻ കല്യാൺ, ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യരുത് പ്ലീസ്. ഭ്രാന്താണെന്ന് ഞാൻ പറയും അമ്മമാരോട്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പറയാൻ മറന്നുള്ളൂ, സോറി. വിഷ്വൽ സിനിമാറ്റോഗ്രഫി എൻ്റെ പൊന്നോട് മനോജ് പരമഹംസ, നിങ്ങൾ ഒരു കാലത്തിൽ ഡിയോയിലൊക്കെ എന്ത് മര്യാദയ്ക്ക് ചെയ്തതാണെന്ന് നിങ്ങൾ ഇതിൽ എന്തെന്ന് കാട്ടി വെച്ചിരിക്കണത്. എനിക്ക് എഡിറ്റിങ്ങൊക്കെ പൊളിഞ്ഞേറായിരുന്നു ഇത്, എഡിറ്റിങ്ങൊക്കെ കണ്ടിട്ട് ഒരു ന്യായമില്ല. ഞാൻ തേറി വിളിക്കാൻ തോന്നിയത് വിഷ്വൽസ് ക്ലൈമാക്സിൽ. എന്നിട്ട് സെക്കൻഡ് പാർട്ട് ബാറ്റിൽ ഫീൽഡ് ആരംഭം, എന്തിനാടാ സെക്കൻഡ് പാർട്ട് എനിക്ക്. അതെന്തിലോട്ട് എനിക്ക് കാലത്ത് പറയാനുള്ളൂ ഗൈസ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓളെന്ന് പറയണം, പക്ഷേ അത് നമ്മളത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ ഓസ്കസ്.